വത്തിക്കാനിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ വിശ്വാസി സമൂഹത്തിന് നവ്യമായിട്ടുള്ള ആത്മീയ അനുഭവം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ലയോ 14 മാർപ്പാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടം നമുക്ക് എത്രത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിലെ ആദ്യ നാളുകളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ, അദ്ദേഹം നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ചകൾ എന്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വരും നാളുകളിലെ പേപ്പസിയുമായി ബന്ധപ്പെട്ട്, വരും നാളുകളിലെ കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോജി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം ലോകം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അതിശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ സഭ വളരെയധികം വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം, ഒപ്പം വിവിധ ധാർമ്മിക വിഷയങ്ങളിൽ സഭയിലെ വിശ്വാസ സമൂഹം പല രീതിയിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധികളിൽ സഭ നൗകെ ധീരതയോടെ നയിക്കാൻ സാധിക്കുന്ന ഒരു ഇടയനെ ലഭിക്കണം, പരമാചാര്യനെ ലഭിക്കണം എന്ന ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം സഭയിലെങ്ങും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വത്തിക്കാനിലൊക്കെ റിപ്പോർട്ടിംഗ് പോയപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ പലരും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. വൈദികരും സിസ്റ്റേഴ്സും യുവാക്കളും ഒക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതിനേതായാലും നല്ലൊരു ഉത്തരം തന്നെ സ്വർഗം നൽകിയിരിക്കുന്നു ലയോ 14 മാർപ്പാപ്പയിലൂടെ. 2025 മെയ് മാസം 8-ാം തീയതി അദ്ദേഹം ആ തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ദിനം, അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 11 ദിനത്തോളം പിന്നിടുന്നു. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം നമ്മളത് വെച്ച് നോക്കുമ്പോൾ 11 ദിനത്തോളം പിന്നിടുന്നു. അപ്പോൾ ഈ ഓരോ ദിവസങ്ങളിലും അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ലയോ 14 മാർപ്പാപ്പ നമ്മളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ സഭാവിശ്വാസികളുടെ ഒരു ഹൃദയം കവരുന്ന രീതിയിലുള്ള ഒരു മനോഭാവം, ഒരു നിലപാടുകൾ, പ്രസ്താവനകൾ ലയോ 14 മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഈ ലയോ 14 മാർപ്പാപ്പയുടെ 11 ദിവസത്തെ ഒരു പരമാചാര്യ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ആ വത്തിക്കാനിലെ സെൻട്രൽ ബാൽക്കണിയിൽ വന്നപ്പോൾ അദ്ദേഹം ധരിച്ച ആ ഒരു വസ്ത്രമാണ്. പോപ്പിന്റെ ആ ഒരു പരമ്പരാഗതമായി മാർപ്പാപ്പമാർ ധരിക്കാറുള്ള ആ ഒരു ചുവന്ന നിറത്തിലുള്ള ആ ഒരു പേപ്പർ വസ്ത്രം, ചില ട്രഡീഷൻസിന്, ചില ആചാരങ്ങൾക്ക്, ചില വസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ ചില തിരുക്കർമ്മങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില പ്രാധാന്യം തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വസ്ത്രം അണിഞ്ഞ് അദ്ദേഹം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തതിലൂടെ അദ്ദേഹം പറയാതെ ജനത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഒരു ട്രഡീഷണൽ വാല്യൂസിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പേപ്പസിയാണ് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു കാര്യം അദ്ദേഹം ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹബേമുസ് പാപ്പാം എന്ന് പറയുന്ന ആ സുപ്രധാനമായിട്ടുള്ള ആ ഒരു ആഹ്വാനം കർദിനാൾ തിരുസംഘത്തിന്റെ പ്രോട്ടോ ഡീക്കനായിട്ടുള്ള കർദിനാൾ ഡൊമിനിക് മമ്പേർട്ടി പറഞ്ഞതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു മാർപ്പാപ്പ ആ വത്തിക്കാൻ ചത്തുരത്തിൽ പ്രത്യക്ഷപ്പെടാൻ. സാധാരണ ആ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. മാർപ്പാപ്പ എഴുതിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വായിച്ചത്. ആ എഴുതാനുള്ളൊരു സമയം, അത് തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആ മൊമെന്റ് മുതൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു തോന്നലിന്റെ പുറത്ത് ഒരിക്കലും ഒരു വാചകങ്ങൾ പുറത്തു വരരുത് എന്നൊരു ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നോക്കി വായിക്കുന്നു. തൻ്റെ ഒരു പരമാചാര്യ കാലത്തെക്കുറിച്ചുള്ള ഒരു ദിശാസൂചിക തന്നെ ആദ്യത്തെ ഒരു സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പീസ് ബി വിത്ത് യു എന്നൊക്കെ പറയുന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഈ പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 2025 മെയ് മാസം 10-ാം തീയതി ശനിയാഴ്ച കാർഡിനൽസുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിംഗിന് ശേഷം അദ്ദേഹം അവരോട് പല കാര്യങ്ങളും സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം അവർക്കൊരു സമയം കൊടുത്തു. അതായത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ ഉപദേശങ്ങൾ ശ്രവിക്കുവാൻ വേണ്ടിയിട്ട്, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ശ്രവിക്കുവാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പ സമയം കൊടുത്തു എന്നാണ് പറയുന്നത്. കാത്തലിക് ന്യൂസ് ഏജൻസിയിൽ ഒരു ആർട്ടിക്കിളിൽ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, 2014 ശേഷം ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ ദിവസങ്ങൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് സഭയുടെ സമ്പന്നമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, എന്നാൽ ഈ കാലത്തിന്റെ വെല്ലുവിളികളോട് പ്രത്യുത്തരിച്ചുകൊണ്ടുള്ള ഒരു പരമാചാര്യ കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൂചന നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യണം.
നമുക്കറിയാം ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത് ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ലിയോ 14 മാർപ്പാപ്പയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉർബിയ തോർബിയ ഒരു സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ ആം എ സൺ ഓഫ് സെന്റ് അഗസ്റ്റിൻ. സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു വക്താവാണ്. ലിയോ 14 മാർപ്പാപ്പയുടെ പല പ്രസ്താവനകളിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സുവിശേഷ പ്രഘോഷണത്തിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് റോബിനും ജോജിയും കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നീട് അദ്ദേഹം ഒരു മരിയ ഭക്തൻ കൂടിയാണ്. ഈ വത്തിക്കാന് പുറത്തേക്ക് അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനം നമുക്കറിയാവുന്നതുപോലെ ഇറ്റലിയിലെ ജനസോനയിലുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ പരിശുദ്ധ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അദ്ദേഹം നടത്തിയ ആദ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥനയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ 11 ദിവസവും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പരാമർശിച്ച ചില വിശുദ്ധരെ കൂടി പരാമർശിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നീഷ്യസ്, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ ഇഗ്നീഷ്യസ്, ഗ്രിഗറി ദ ഗ്രേറ്റ് മഹാനായിട്ടുള്ള വിശുദ്ധ ഗ്രിഗറി, സിറിയയിലെ വിശുദ്ധ എഫ്രൈം, ഒപ്പം തന്നെ നിനവയിലെ വിശുദ്ധ ഐസക്, ഒപ്പം തിയോളജിയനായിട്ടുള്ള വിശുദ്ധ സൈമോൻ, ഒപ്പം തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പ, പോൾ 6 മാർപ്പാപ്പ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നീഷ്യസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം കാർഡിനൽസ് കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാരം ഏറ്റെടുത്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിലേക്കാണ്. ഇത്തരത്തിലുള്ള ആ ഒരു ഡ്യൂട്ടിയാണ് അധികാരം ഏറ്റെടുത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനോഹരമായിട്ടുള്ള ചിന്ത. അപ്പോൾ പൗരസ്ത്യ സഭകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു റിച്ച് ട്രഡീഷൻസ് കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു ആഴത്തിൽ ഒരു വിശ്വാസത്തിൽ വേരുറപ്പിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ റോബിനിലേക്ക് വരികയാണ്. റോബിൻ പലപ്പോഴും ഈ ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് ഇനി ആ ഒരു വിഷയത്തിലേക്കും ഒപ്പം മാർപ്പാപ്പയുടെ ഞാൻ നേരത്തെ പരാമർശിച്ച കാര്യങ്ങളെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഏകദേശം 10ഓളം തവണയാണ് പീസ് എന്നൊരു വാക്ക് യൂസ് ചെയ്തത്. പീസ് ബി വിത്ത് യു എന്ന അഭിസംബോധന ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു അഭിസംബോധന തന്നെ ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ മൂലം ലോകം കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ ഈ ഒരു നിലപാടുകളെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ ഒരു 3 ആംഗിളിൽ നോക്കിക്കാണാം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമുക്ക് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആംഗിളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്. അതിനുശേഷം പിന്നീട് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഒരു ഡിപ്ലോമസിയുടെ അതായത് സെലൻസ്കിയോട് നേരിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇതിന് മീഡിയേഷൻ വഹിക്കാൻ വത്തിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യം പറയുന്നത്, നിങ്ങളുമായിട്ട് ഞങ്ങൾ മീഡിയേഷന് തയ്യാറാണ്. വേറെ പല രാജ്യങ്ങളും മീഡിയേഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ട്രംപ് തീക്ഷ്ണമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് ഒരുപക്ഷെ മാർപ്പാപ്പ ഇതുപോലെ കൃത്യമായിട്ട് സെലൻസ്കിയോട് പറഞ്ഞത് ഞങ്ങൾ മീഡിയേഷന് തയ്യാറാണ്. ഓർക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഒരു സമാധാനത്തിൻ്റെ വെള്ളക്കൊടി കാണിക്കാൻ ഉക്രൈനോടൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്തോരം പുകിലുകൾ ഉണ്ടായതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ സ്ഥാനത്താണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പോലെ ഒരു ഡിപ്ലോമസിയുടെ ഒരു മാർഗം. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ 3ാമത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, അദ്ദേഹം തന്നെ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തുടർന്ന ആ കാര്യങ്ങൾ അത് തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ സമകാലിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള 3 പോപ്പുമാരുടെയും ആ പാതകളെ അദ്ദേഹം പിന്തുടരുന്നു, അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അദ്ദേഹം കാണിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ശ്രീ ജോജി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാർഡിനൽ റോബർട്ട് സാറ അദ്ദേഹത്തെ ഈ വത്തിക്കാൻ്റെ ചുമതലകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തെ നിയമിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഏകദേശം ഗ്ലോബൽ സൗത്തിലെ ഒരു ഇവാഞ്ചലൈസേഷന് വേണ്ടി അദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നു. അപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യയുടെ ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങൾ വളരെ വലിയ ഇവാഞ്ചലൈസേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനി അത് അദ്ദേഹത്തെ എന്ന് വെച്ചാൽ അതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് മാർപ്പാപ്പ എടുത്ത് ആ ഇവാഞ്ചലൈസേഷന് കൊടുത്ത ഒരു പ്രാധാന്യം അത് എനിക്ക് തോന്നുന്നു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. കാരണം സഭയുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഇവാഞ്ചലൈസേഷനിലൂടെയാണ് സഭയുടെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം സഭയിൽ
സഭയിലേക്ക് വന്ന വിശ്വാസികൾ, ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് സഭയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം തന്നെ. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ലോകമാസകലം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഭാഗങ്ങളിൽ വളരെ വലിയ കൺവേർഷൻസ്, ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സബ് സഹാറൻ മേഖലകളിലൊക്കെ വളരെ വലിയ ഇവാഞ്ചലൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നിന്നുള്ള മൈഗ്രേഷൻ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം, അമേരിക്കയെ അടക്കം, അവിടെയുള്ള ഈ ഫ്രോസൺ ആയി പോയ ചർച്ചുകളുടെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാഹചര്യം കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യ, ഈ 3 ഭാഗങ്ങളിലേക്കും ഇവാഞ്ചലൈസേഷന്റെ വലിയ സാധ്യതകളെ തുറന്നിടുന്ന ആ വലിയൊരു തീരുമാനം. അതിനുശേഷം നമ്മൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ, യൂറോപ്പിൽ ഈ അടുത്ത കാലം, ഇപ്പോൾ 2020, 2021, 2022, അതിന് കോവിഡിന് ശേഷം പിന്നീട് ഒരു വലിയ മൂവ്മെന്റ്, ഹോളി സ്പിരിറ്റിന്റെ വലിയൊരു മൂവ്മെന്റ് യൂറോപ്പിൽ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇപ്പം ഈവൻ നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ സഭ ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറിപ്പോയി. അതിനുശേഷം വളരെ വലിയ പീഡനങ്ങളാണ് കാത്തോലിക്സിന് നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഏകദേശം 19-20 നൂറ്റാണ്ടുകളോടുകൂടി അത് മാറി സ്വതന്ത്രമായിട്ട് സഭയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും പലപ്പോഴും അടിച്ചമർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സഭയെ. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ആംഗ്ലിക്കൻ ചർച്ചിന്റെ, നമുക്കറിയാം ആംഗ്ലിക്കൻ ചർച്ച് ഈ ലേഡി ബിഷപ്പുമാരെ വാഴിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഈ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ആ ന്യൂട്രലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം വരുന്ന സാഹചര്യത്തിൽ പല ആളുകളും ഇപ്പോൾ കാത്തോലിസിസത്തിലേക്ക്, യുവാക്കളടക്കം വളരെ വലിയൊരു കൺവേർഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഗ്രോത്ത്, ഇപ്പോൾ കത്തോലിക്ക സഭ ഒരു ഗ്രോത്തിലേക്ക് ഇംഗ്ലണ്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വീഡന്റെ കാര്യം, സ്വീഡൻ ഇതുപോലെ തന്നെ ലൂതറൻ ഇതിലേക്ക് മാറിയിരുന്നതാണ്. അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ടിൽ തന്നെ കാത്തോലിസിസത്തെ അടിച്ചമർത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള അവിടെ പോലും ഇപ്പോൾ കാത്തോലിസിസത്തിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്. അതുപോലെ അയർലാൻഡ്, അതുപോലെ തന്നെ ഫ്രാൻസ്, അതുപോലെ സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കത്തോലിസിസത്തിന് ഒരു ഗ്രോത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഗ്രോത്ത് തുടങ്ങിയെന്ന് മാത്രമല്ല, വലിയ ഒരു മൂവ്മെന്റ് അണ്ടർഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളൊരു വാർത്ത പലപ്പോഴായിട്ട് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അതിന് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ കത്തോലിക്ക രാജ്യമായിട്ട് ഫിലിപ്പീൻസ്, നൈജീരിയ, അതുപോലെ തന്നെ ഈ ഏഷ്യയിലെ പല രാജ്യങ്ങൾ, ഇവിടെ നിന്നെല്ലാം യൂറോപ്പിലേക്ക് നടക്കുന്ന ഈ കുടിയേറ്റം അവിടെയുള്ള പള്ളികളെ വീണ്ടും ഉണർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പള്ളികളിൽ വീണ്ടും പ്രാർത്ഥനകൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ നേറ്റീവ് ആയിട്ടുള്ള ആളുകളും കൂടി കൺവേർട്ട് ചെയ്ത് കാത്തോലിസിസത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്ര വലിയൊരു മൂവ്മെന്റ് ലോകത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയപ്പെടുന്നത് ഈ പുതിയ കാലഘട്ടത്തിലെ ഇൻ്റർനെറ്റ് യുഗവും ഈ ഇൻ്റർനെറ്റ് വഴിയായിട്ടുള്ള ഇവാഞ്ചലൈസേഷനെ കുറിച്ചുമാണ്. അത് ഭയങ്കരമായിട്ട് ലോകത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ ഇപ്പോൾ ഈ പ്രീസ്റ്റുകൾ, അവരുടെ പ്രീച്ചിങ് ആണെങ്കിൽ, അതുപോലെ തന്നെ സംഘടനകളുടെ പ്രീച്ചിങ്, അതുപോലെ തന്നെ ഈ പല യൂട്യൂബ് ചാനലുകൾ വഴിയുള്ള പ്രീച്ചിങ്, ഇതെല്ലാം ഈ സെക്കുലറിസ്റ്റുകളായിരുന്നു. നമുക്കറിയാം യൂറോപ്പ് മുഴുവൻ സെക്കുലറിസമാണ് സഭയെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതേ സെക്കുലറിസ്റ്റുകൾക്ക് കുറേയും കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും ലഭിക്കാതെ, ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാതായി മാറിയ സാഹചര്യത്തിൽ അവർ കത്തോലിക്ക സഭയിലേക്ക് വരും. കത്തോലിക്ക സഭയുടെ യൂക്കരിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അത് വളരെ വലിയൊരു ഉണർവായിട്ട് അവർക്ക് മാറുകയും പ്രതീക്ഷയുടെ ഒരു തലം അവരിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അപ്പം അതാണ് പോപ്പ് വന്ന ഉടനെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ നമുക്കറിയാം ലയോ 13-ാമൻ മാർപ്പാപ്പ നേരും നൊവാരും എന്ന് പറഞ്ഞ് തൊഴിലാളികളുടെ ആ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് എൻസൈക്ലിക്കൽ ഇറക്കുന്ന ആ സാഹചര്യം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം ഏകദേശം 1889 മുതലുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. അതേപോലെ അന്ന് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദം ഉയർത്തിയത് എങ്കിൽ ഈ കാലഘട്ടത്തിൽ പാപ്പ പറഞ്ഞത്, ഞാൻ ഈ ഡിജിറ്റൽ യുഗത്തിലെ ആ ഒരു പാപ്പ എന്ന് വെച്ചാൽ ആ ഒരു സമാനതയാണ് അദ്ദേഹം ഉയർത്തിയത്. അപ്പോൾ ആ ഡിജിറ്റലിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ആ ഡിജിറ്റൽ യുഗം
ഇന്ന് വലിയ ഇവാഞ്ചലൈസേഷന് കാരണമായിരിക്കുന്നു. വളരെ വലിയ ഇവാഞ്ചലൈസേഷനിലേക്ക് സഭ പോകുന്നു. സഭ തളർന്നു എന്ന് വിചാരിക്കുന്ന അവിടെ നിന്ന് ഈ അവസാനത്തെ കുറ്റിയിൽ നിന്നും വീണ്ടും മുളകൾ പൊങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് പടർന്നു പന്തലിക്കാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇതുപോലെയുള്ള ഒരു പോപ്പ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമകാലീന കാലഘട്ടത്തിൽ ലോകത്തെ സ്വാധീനിച്ച 3 പോപ്പുമാരുടെയും സ്വഭാവ ഗുണങ്ങളും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ ഒരു പോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ദൈവം സമ്മാനമായി തന്നു എന്ന് നമ്മൾ പറയുന്നതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വത്തിക്കാനിൽ നിന്ന് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു പ്രതീക്ഷയാണ് അത് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് പറഞ്ഞ റോബിൻ കറക്റ്റാണ്. റോബിൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം ഈ സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ള ഒരു മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പയാണ്. അദ്ദേഹം കർദിനാളായിരുന്ന സമയത്ത് അതിന് സ്വന്തമായിട്ടുള്ള എക്സ് പ്ലാറ്റ്ഫോമിൽ അത് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സമകാലിക സാഹചര്യങ്ങൾ, പുത്തൻ സാഹചര്യങ്ങളുടെ ഒരു തുടുപ്പ് നേരിട്ട് അനുഭവിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ജോജി, നമ്മൾ സഭയെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 2000 വർഷത്തെ സഭയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സഭ വളർന്നത് സുവിശേഷവൽക്കരണത്തിലൂടെയാണ്, സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയാണ്. 12 സ്ലീഹന്മാരിൽ നിന്നും ഇന്ന് 140 കോടി ജനങ്ങളിലേക്ക് കത്തോലിക്ക സഭ വളരാൻ ഇടയായത് സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിൽ രക്തസാക്ഷിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്രോസിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാണ് രക്തസാക്ഷിത്വം എന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പ്രസ്താവനകൾ ലിയോ 14 മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം നോക്കുമ്പോൾ ഈ സുവിശേഷവൽക്കരണത്തിന് അല്ലെങ്കിൽ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് ലിയോ 14 മാർപ്പാപ്പ ഇതുവരെ നൽകിയിരിക്കുന്ന ചില പരാമർശങ്ങൾ, പ്രസ്താവനകൾ എത്രത്തോളം ഒരു പ്രതീക്ഷ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്? ഇവിടെ പുതിയതായിട്ട് വന്ന പോപ്പ് ഒരു മിഷണറി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നത് കർത്താവായ യേശുക്രിസ്തു സഭയെ ഏൽപ്പിച്ച പരമപ്രധാനമായ കടമയാണ്. സുവിശേഷം പ്രഘോഷിക്കാത്ത സഭകൾ അല്ലെങ്കിൽ പിന്നെ സമൂഹങ്ങൾ, വ്യക്തികൾ അവരെല്ലാം ഉറപ്പായിട്ടും മെല്ലെ മെല്ലെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ മെല്ലെ മെല്ലെ അവർ തളർന്നു പോകും. അത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഒരു കാര്യത്തിൽ ഈ സുവിശേഷവൽക്കരണത്തിൽ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൽ പിന്നെ സഭ ശ്രദ്ധ കൊടുക്കുന്നില്ല, അപ്പോഴൊക്കെ നമുക്കൊരു വ്യക്തമായ തളർച്ച സഭയുടെ ആ ഒരു ആത്മീയ ജീവിതം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പം അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു മകനാണ് ശരിക്കും പോപ്പ്. അപ്പോൾ ഈ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു പഠനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിലും ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വ്യക്തമായ പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ജോർജ് ഈ ഒരു കാലഘട്ടത്തിന് തികച്ചും അനുയോജ്യനായ ഒരു പോപ്പിനെ കിട്ടിയിരിക്കുന്നു. കാരണം ക്രിസ്തു എന്ന് പലപ്പോഴും എന്താ പറയുക, ഈ ജനശ്രദ്ധയിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എന്നാ പറയുക, ഈ ലോകത്തിൽ നിന്ന് മാത്രമല്ല, പലപ്പോഴും സഭാമക്കളുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ആത്മീയതയിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറ്റപ്പെടുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ അതിന് യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ, അത് പ്രത്യയശാസ്ത്രങ്ങളാകാം, വ്യക്തികളാകാം, സംഘടനകളാകാം, സെക്റ്റുകളാകാം, ആരുമാകാം, അവരെല്ലാം യേശു എന്ന നാമം അല്ലെങ്കിൽ യേശുവിനെ മാറ്റിക്കളയുക, യേശു ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റി. അപ്പം ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ധാരണയിലേക്ക് ഈ ലോകത്തെ എത്തിക്കാൻ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ തന്നെ എത്തിക്കാൻ നമുക്കെന്തിനാ യേശു നമുക്കെല്ലാവരും സ്നേഹിച്ചാൽ പോലെ, അല്ലെങ്കിൽ യേശു പകർന്നു തന്ന മൂല്യങ്ങൾക്ക് യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യലൈസേഷൻ, സോഷ്യൽ കമ്മ്യൂണിയൻ, അപ്പോൾ ഇതിലൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരിക്കും അതൊരു എന്നാ പറയുക അതൊരു വലിയ ഒരു കബളിപ്പിക്കലാണ് വിശ്വാസികളെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ പലപ്പോഴും സഭയും സഭാമക്കളും കടന്നു പോകുന്നിരുന്നു. അപ്പോൾ ശരിക്കും യേശുവിൻ്റെ പഠനങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നൊരു പോപ്പ് വന്നത് വളരെ വളരെ ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രഘോഷണത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കൊടുക്കാതെ നമുക്കൊരിക്കലും അതിന് പ്രഘോഷണത്തിൽ യാതൊരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അവിടെ ഒരു ഉറപ്പായിട്ട് ജനങ്ങൾ മാനസാന്തരപ്പെടുകയില്ല, അവർ എന്താ പറയുക അവരുടെ പാപജീവിതം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല, അവിടെ ഒന്നും സംഭവിക്കില്ല ശരിക്കും. അപ്പോൾ ക്രിസ്തുവിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു സന്യാസ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അത് വലിയ കാര്യം. മറ്റൊരു കാര്യം എന്താണ് പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ സഭയുടെ പല രീതിയിലുള്ള വിശ്വാസ സത്യങ്ങളിലും ധാർമ്മികമായ പഠനങ്ങളിലുമൊക്കെ ഒരു ക്ലാരിറ്റി പലപ്പോഴും അത് പല രീതിയിലുള്ള അവസ്ഥകൾ കാരണം സംഭവിച്ചതാണ്. വിശ്വാസ സമൂഹം തന്നെ ഇത് എന്താണിത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ, അപ്പം എന്തൊരു ചോദ്യം ഉയർന്നാൽ അല്ലെങ്കിൽ അവരുടെ തന്നെ ആത്മീയ ജീവിതത്തിൽ അവിടെ ചില ധാർമ്മിക നിലപാടുകളിൽ അവിടെ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഒരു വ്യക്തതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലുന്നൊരവസ്ഥയാണ്. അപ്പം അത് വല്ലാതെ രീതിയിൽ എന്താ പറയുക പലയിടങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നു, സഭാമക്കൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, സഭയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പോപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമായിട്ട് വരുന്നു. അതുപോലെ ഡോക്ട്രിൻസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ വളരെ ക്ലാരിറ്റി, വ്യക്തത,
അപ്പോൾ അങ്ങനെ ഒരു പിതാക്കന്മാരെ കൂട്ടി ചെയ്യുന്നു. അതെ, മുൻപ് ഇതുപോലെ സംബന്ധിച്ച് ബെനഡിക്ട് പാപ്പയുടെ കാലഘട്ടത്തിൽ ബെനഡിക്ട് പാപ്പ ഒരു സീരീസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് തുടങ്ങിയ ആ സഭാപിതാക്കന്മാരുടെ ജീവിതം അതെപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസികളെ എപ്പോഴും അവരുടെ ജീവിതത്തെ തീക്ഷ്ണത കൊണ്ടുവരുന്ന, അവരെ ഉജ്ജ്വലിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ശരിക്കും. അപ്പോൾ അത് മാറ്റാൻ സാധിക്കില്ല ഒരിക്കലും. അതിലിവിടെ ജോർജ് പറഞ്ഞ പോലെ അവരുടെ ആ റെഡ് ആയിട്ടുള്ള ആ ഒരു വസ്ത്രം ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ അതിന് വലിയ പ്രധാനമുണ്ട് വെച്ചാൽ ഓരോ ക്രിസ്തുശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷ്യത്തിലേക്കാണ്. ഈ അപ്പസ്തലന്മാരുടെ അവസ്ഥ എടുത്ത് നോക്കിയാൽ യൂദാസ് ഒഴികെ അല്ലെങ്കിൽ യോഹന്നാൻ ഒഴികെ നമുക്ക് പറയാൻ സാധിക്കും ബാക്കിയെല്ലാവരും യേശുവിന് വേണ്ടി അവരുടെ ജീവൻ രക്തം ചിന്തമാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥകളിൽ ഈ നമ്മുടെ സഭയുടെ ഈ രീതിയിലുള്ള പാരമ്പര്യകരമായ വസ്ത്രമായിക്കോട്ടെ, മറ്റെന്തോ ആചാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം സ്വീകരിക്കുന്നതെല്ലാം നമുക്ക് ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്കതിന് ഒരിക്കലും കൃത്യതയോടെ ഒന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് അതിനെല്ലാം അതിൻ്റെ വിശ്വാസപരമായ പ്രാധാന്യമുണ്ട്. അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഓരോ പൊസിഷനും അതിൻ്റെതായ രീതിയിലുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില വശങ്ങളുണ്ട്. നമുക്കറിയാം ഒരു പോലീസുകാരൻ നമുക്ക് പോലീസ് യൂണിഫോം ഇല്ലാതെ അയാൾ വരുന്നതും പോലീസ് യൂണിഫോം ഇട്ട് വരുന്നതും വ്യത്യാസമുണ്ട് എന്ന് അതൊരു സിമ്പിൾ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാം വളരെ വിശ്വാസംബദ്ധമായ സഭാവിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിന് ഉണ്ട്. അതിപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലൊക്കെ ഒരു വിശ്വാസത്തെക്കുള്ള മേഖലയിലും ധാർമ്മികത മേഖലയിലെല്ലാം ഒരു ക്ലാരിറ്റി നിറഞ്ഞൊരു പഠനം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില വാക്കുകൾ, അതിലുള്ള ഒരു പഠിപ്പീര് വിശ്വാസവും കാത്തിരിക്കുകയാണ്. ശരിക്കും ലോകത്തിനാണ് സത്യമാണ് ശരിക്കും ലോകം ഉറ്റുനോക്കുന്നു. ലോകത്തിൻ്റെ കണ്ണുകളെല്ലാം വളരെ പ്രത്യേകമായിട്ടുണ്ട്. ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ പോപ്പിലേക്ക് നോക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി സഭയും സഭാമക്കളും നോക്കുന്നു. സഭയ്ക്കൊരു പോപ്പിനെ ആവശ്യമുണ്ട്, സഭാ മക്കൾക്കൊരു പോപ്പിനെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ തിന്മ നിറഞ്ഞ ഈ ലോകത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലായിടത്തുനിന്നും തങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും വല്ലാതെ ആക്രമിക്കുന്ന ഒരു പൈശാചിക നിറഞ്ഞ ലോകത്ത് ഈ മേഖലയെല്ലാം വളരെ വ്യക്തതയോടെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, തങ്ങളുടെ ആത്മീയ ജീവിതത്തെ, തങ്ങളുടെ ധാർമ്മിക ജീവിതത്തെ, തങ്ങളുടെ സഭാത്മക കൗതാശിക ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ വ്യക്തതയുള്ള, ആത്മധൈര്യമുള്ള, ആത്മജ്ഞാനമുള്ള ഒരു വലിയ എന്താ പറയുക ആ ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു പോപ്പിനെ വിശ്വാസികൾ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു. നമുക്കത് വിശ്വാസികൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ചുരുങ്ങിയ ദിനം കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ഈ പോപ്പ് ശരിക്കും നമുക്ക് ഒരുപാട് പ്രത്യാശ തരുന്നുണ്ട്. അപ്പം ഞാനൊരു പ്രതീക്ഷ ഉറപ്പാണത്. മറ്റൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ പോപ്പ് പറഞ്ഞു, ഒരു ഫാമിലി എന്നാൽ അത് പുരുഷനും സ്ത്രീയും തമ്മിലാണ് ചേരുന്നത്. അപ്പോൾ ആ LGBTQയുടെ ആ ഇഷ്യൂയിലൊക്കെ വളരെ വ്യക്തമായ ക്ലാരിറ്റിയാണ്. അതുപോലെ പോപ്പ് ശരിക്കും പറഞ്ഞു സഭയുടെ വിശ്വാസത്യങ്ങൾ ഊന്നിയുള്ള ഒരു പഠിപ്പീരും പ്രബോധനമായിരിക്കും ശരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ലോകം ഉറ്റുനോക്കുന്നത് ഇത് ഏത് ചേരിയിലാണ്, മോഡേണിസ്റ്റ് അതോ ട്രഡീഷണലിസ്റ്റ് ആണോ, അതൊന്നുമല്ല നമ്മുടെ വിഷയമൊന്നുമല്ല ശരിക്കും. കർത്താവിനോടൊപ്പമുള്ള വിഷയം അതൊക്കെ ലോകത്തിൻ്റെ സൃഷ്ടികളാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ കർത്താവിനോടൊപ്പം നൗകയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ലോക മനസ്സാക്ഷിയുടെ സ്വരമായി മാറണം. ഇപ്പം യുദ്ധത്തെക്കുറിച്ചൊക്കെ പോപ്പ് ഇപ്പോൾ ഓൾറെഡി ആ കാര്യത്തിലൊക്കെ പോപ്പ് ഇടപെട്ട് കഴിഞ്ഞിരിക്കും. അത് യുക്രൈൻ ആയിക്കോട്ടെ, ഗാസ ആയിക്കോട്ടെ, അത് എല്ലാ കാര്യത്തിലും പോപ്പിനകത്ത് വളരെ വ്യക്തമായ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള എന്താ പറയുക ഒരു ഇടയനെ നമുക്ക് കർത്താവിന് നന്ദി പറയാം. വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അത് ജോജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് വേണ്ട ഒരു പോപ്പ് എന്ന് പറയുന്നത് ലോകം കൈയടിക്കുന്ന ഒരു പോപ്പായിരിക്കരുത്, കർത്താവ് കൈയടിക്കുന്ന ഒരു പോപ്പായിരിക്കരുത് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഈ മാർപ്പാപ്പയുടെ ലിയോ 14 മാർപ്പാപ്പയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗ്രൗണ്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു പാപ്പയാണ്. സമ്പന്നതയുടെ ഒരു പര്യായപദമായി നമ്മൾ കണ്ടിരുന്ന അമേരിക്ക, അവിടെ ജനിക്കുന്നു. അതിനുശേഷം വളരെ അവികസിതമായിട്ടുള്ള ഒരു രാജ്യത്തിലേക്ക് പോകുന്നു, പെറുവിലേക്ക് പോകുന്നു. തൻ്റെ മിഷൻ പ്രദേശമായിട്ട് ആ പ്രദേശം തിരഞ്ഞെടുക്കുന്നു. അവിടെ ഒരു പാരിഷിനൊക്കെ ജന്മം കൊടുക്കുന്നു. ഏറ്റവും ഒട്ടും തന്നെ വികസനം കടന്നു ചെന്ന് എത്താത്ത പ്രദേശങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം സേവനം ചെയ്യുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ പെറുവിലൊക്കെ അദ്ദേഹം ദിവ്യകാരുണ്യമൊക്കെ വഹിച്ചുകൊണ്ട് പെറുവിൻ്റെ തെരുവുകളിലൂടെ അദ്ദേഹം നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണമൊക്കെ വളരെയധികം ഹൃദയസ്പർശിയായി മാറുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു തുടുപ്പ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ബിഷപ്പായി ഉയർത്തപ്പെടുന്നു, കാർഡിനലായി ഉയർത്തപ്പെടുന്നു, ബിഷപ്പ് ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായിട്ട് ഉയർത്തപ്പെടുന്നു, മാർപ്പാപ്പയായി മാറുന്നു. അപ്പോൾ പടിപടിയായിട്ട് ദൈവം അദ്ദേഹത്തെ ഇങ്ങനെ രൂപപ്പെടുത്തുകയായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാർപ്പാപ്പയാകാൻ വേണ്ടിയിട്ട് ദൈവം അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമേഷൻ, ഒരു പ്രാക്ടീസ്, അത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, അദ്ദേഹത്തിന് ലഭിച്ചൊരു ഗ്ലോബൽ എക്സ്പീരിയൻസ്. ഈ 2001 മുതൽ 2013 വരെ അദ്ദേഹം ഈ
അഗസ്റ്റീനിയൻ സഭയുടെ പ്രയോർ ജനറൽ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പല രാജ്യങ്ങളും സന്ദർശിക്കാൻ സാധിച്ചു. അതുകൊണ്ട് പല സഭകളും കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവരുടെ ഒരു നിലവിലെ അവസ്ഥ, ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏകദേശം 10ഓളം രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് സന്ദർശനം നടത്താൻ സാധിച്ചു. ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താൻ സാധിച്ചു. ടാൻസാനിയ, നൈജീരിയ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും, വികസിതവും ഒപ്പം തന്നെ അവികസിതവുമായിട്ടുള്ള പല രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് സന്ദർശനം നടത്താൻ സാധിച്ചു. അവിടെയുള്ള സഭകളുടെ ഒരു തുടുപ്പ്, അവിടുത്തെ സഭയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സഭയുടെ പരമാചാര്യ പദവിയിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഇന്നലത്തെ ഇനാഗുറൽ മാസിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ഹോമിലിയിൽ അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ട് സന്ദേശമുണ്ട്. സഭയുടെ ഒരു യൂണിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ പല വിഷയങ്ങളിലും സഭയിൽ വളരെ വലിയൊരു വേർതിരിവുകൾ അല്ലെങ്കിൽ വിഭിന്നമായിട്ടുള്ള സ്വരങ്ങളൊക്കെ വന്നിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സ്, അതൊക്കെ പല കാരണങ്ങളുണ്ട്. പക്ഷെ സഭ ഒരുമയോടുകൂടി നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, സ്നേഹിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അങ്ങനെ പ്രതീക്ഷ നമുക്ക് വാനോളമാണ്. വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാൻ, തീർച്ചയായും ശക്തമായി പ്രാർത്ഥിക്കാം, അല്ലേ? അല്ല, നമ്മൾ ഈ പോപ്പ് വന്നിട്ട് വളരെ ചുരുങ്ങിയ ദിവസമായിട്ടുള്ള നമ്മൾ പോപ്പിനൊന്ന് നമ്മൾ ശ്വാസം എടുക്കാനുള്ള ഒരു സമയം കൊടുക്കുക. കാരണം വെച്ചാൽ വളരെ പ്രശ്നമുണ്ട് ശരിക്കും. ലോകവും അതുപോലെ സഭയും വിശ്വാസികളും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോപ്പിൻ്റെ ഒരു ഇലക്ഷൻ മുമ്പ് പേപ്പൽ കോൺക്ലേവ്, അതിനുവേണ്ടി നമ്മൾ വല്ലാതെ പ്രാർത്ഥിച്ചു ജനങ്ങൾ ശരിക്കും. അപ്പോൾ ഇനിയും തുടർന്നും നമ്മുടെ വിശ്വാസികളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. കാരണം വെച്ചാൽ കാലഘട്ടം ആ രീതിയിലുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ സഭാ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം വിശ്വാസ സമൂഹം ഒന്നടങ്കം, വിശ്വാസികൾ ഒന്നടങ്കം ഉണർന്ന് പ്രാർത്ഥിക്കണം. കാരണം സഭയെ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സത്യവിശ്വാസത്തിൽ, അതിൻ്റെ ധാർമ്മികതയിൽ, അതിൻ്റെ ആ യഥാർത്ഥ അന്തരാർത്ഥത്തിൽ, അതിൽ ആ രീതി തന്നെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ വലിയ ഐക്യത്തിലും സ്നേഹത്തിലും ലോകത്തിൻ്റെ മനസാക്ഷിയായിക്കൊണ്ട് ഏത് കാര്യത്തിലും ലോകം വത്തിക്കാനിലേക്ക് നോക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പഠനങ്ങളോട് 100% ആത്മാർത്ഥത കാണിച്ച് എന്തിനും ഏതിനും വചനത്തിൻ്റെ ഒരു അടിസ്ഥാനപ്പെടുത്തി ആ സഭാത്മക ജീവിതത്തെ, വിശ്വാസികളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആത്മീയ ജ്ഞാനവും ആത്മീയ കൃപയും ശക്തിയും പോപ്പിന് കിട്ടണം. നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നിർത്തരുത്, നമ്മൾ ഇനി പ്രാർത്ഥന ഇനിയാണ് കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കുന്നത്. ലയോ 14 മാർപ്പാപ്പയുടെ പരമാചാര്യ കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് വിശ്വാസി സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ, അദ്ദേഹം നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസവും ആഹ്ലാദവും സന്തോഷവും പ്രതീക്ഷകളും കത്തോലിക്ക വിശ്വാസി സമൂഹത്തിന് നൽകുന്നുണ്ട്. ഒപ്പം ലോക ജനതയും, പ്രത്യേകിച്ച് ലോക രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്നു. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാർപ്പാപ്പ പല വിഷയങ്ങളിലും മാർപ്പാപ്പയുടേതായിട്ടുള്ള ഒരു നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമാധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട്, സമാധാനം ലോകത്തിൽ സംജാതമാകേണ്ടതിൻ്റെ ആവശ്യകത പലതവണ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇനി വരും നാളുകൾ വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയതുപോലെ കോൺക്ലേവിന് മുമ്പ് നാം എത്രത്തോളം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുവോ അതിനേക്കാൾ തീക്ഷ്ണമായി ഇനിയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ തുടരാം. പരമ്പരാഗത കത്തോലിക്ക വിശ്വാസ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്ക് കൃത്യമായ പ്രത്യുത്തരം നൽകുവാൻ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.